അടുത്ത കാറ്റഗറിയിലേക്ക് നമുക്ക് പോകാം. ബെസ്റ്റ് ഡെബ്യൂട്ടന്റ് ആക്ടർ മെയിൽ. ദീപൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ, തമിഴ് സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഡെബ്യൂട്ടാന്റ് എന്ന് പറയുമ്പോൾ ടെൻഷൻ വരുന്ന ഒരു സമയമാണ്. ആദ്യത്തെ സിനിമ അഭിനയിക്കുമ്പോൾ എങ്ങനെയാ? ആദ്യത്തെ സിനിമ തീർച്ചയായിട്ടും ക്യാമറയുടെ മുന്നിൽ ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ടെൻഷൻ ആയിരിക്കും. അപ്പൊ ഡെഫിനറ്റ്ലി ഈ ഡെബ്യൂട്ടാന്റ് മെയിൽ കാറ്റഗറിയിൽ ടെൻഷൻ അടിച്ച് അനുഭവിച്ച് അഭിനയിച്ച ആൾക്കാരായിരിക്കും. ഫസ്റ്റ് സിനിമയല്ലേ? ടെൻഷൻ അടിച്ച് ഈ അവാർഡ് കിട്ടുക എന്ന് അത്ര ഈസി അല്ല. അതെ, അപ്പൊ എന്തായാലും ടഫ് ഒരു കാറ്റഗറിയാണ്. ഈ കാറ്റഗറിയിൽ 2018 ആർക്കൊക്കെയാണ് അർഹത ലഭിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഈ അവാർഡ് പറയാനായിട്ട് നമുക്ക് ബിമൽ ഉണ്ണികൃഷ്ണൻ ആൻഡ് സഞ്ജന ഗൽറാണിയെ വേദിയിലേക്ക് ക്ഷണിക്കാം. Saima Award for VU Best Debutant Actor Male Malayalam goes to Anthony Verghese for Angamali Diary. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ എനിക്ക് സൈമ അവാർഡ്സ് കിട്ടാനായിട്ട് വോട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം എനിക്ക് അങ്കമാലി ഡയറീസിൽ ചാൻസ് തന്ന ഡയറക്ടർ ലിജോ ചേട്ടൻ, റൈറ്റർ ചെമ്പൻ ചേട്ടൻ, പ്രൊഡ്യൂസർ വിജയ് ചേട്ടനും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. താങ്ക് യു സൈമ അവാർഡ്സ്. താങ്ക് യു സോ മച്ച്. അപ്പം ഏറ്റവും മികച്ച പുതുമുഖ നടനും സഹനടനും ഒക്കെ നമ്മൾ ഇവിടെ അനൗൺസ് ചെയ്തു. നൗ നമുക്ക് ഒരു സിനിമ അതിനെ ഒരു എക്സൈറ്റിംഗ് ആക്കുന്നത് അതിൻ്റെ വില്ലൻ കഥാപാത്രങ്ങളാണ് അല്ലേ? ഒരു എക്സൈറ്റിംഗ് എന്തെങ്കിലുമൊക്കെ എക്സൈറ്റ്മെന്റ് വേണം സിനിമയിൽ. അപ്പൊ ഡ്രാമ ഒക്കെ കൂട്ടുന്ന കഥാപാത്രങ്ങൾക്ക് അവാർഡ് കൊടുക്കാം. ബെസ്റ്റ് ആക്ടർ ഇൻ എ നെഗറ്റീവ് റോൾ. ഏറ്റവും മികച്ച വില്ലൻ കഥാപാത്രത്തിന്റെ നോമിനീസ് നമ്മൾ കണ്ടു. ഈ അവാർഡ് നൽകുന്നതിനായി I would like to welcome the beautiful actors Mia John and Vikas Bal. Saima for this opportunity and congratulations to all the winners. Best Actor in a Negative Role Malayalam goes to Sharath Appani for Angamali Diary. ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. അറ്റ്ലി സാർ വണക്കം. ഒരുപാടധികം സന്തോഷമുണ്ട്. ഞാൻ സൈമ അവാർഡിൽ ആദ്യമായിട്ടാണ്. ഈ അവാർഡ് എനിക്ക് അങ്കമാലി ഡയറീസ് എന്ന എൻ്റെ ആദ്യ സിനിമയ്ക്ക് ലഭിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ടറായ എൻ്റെ സ്വന്തം ലിജോ ചേട്ടന് ഹൃദയത്തിൽ നിറഞ്ഞ നന്ദി. പിന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററായ ചെമ്പൻ ചേട്ടന് നന്ദി. ഇനിയും വരാനിരിക്കുന്ന എല്ലാ സിനിമകളും എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. നമ്മളെല്ലാവരും സിനിമ കാണുമ്പോൾ നമ്മെ ചിരിപ്പിക്കുന്നത് ചിരിക്കാൻ പാടാണ്. പ്രത്യേകിച്ച് നമുക്ക് എന്ത് കാണിച്ചാലും നമ്മൾ ചിരിക്കത്തില്ല അല്ലേ?